കാലിക്കറ്റ് സർവകലാശാലയുടെ മൂന്നാം സെമസ്റ്റർ ബിരുദ വിദ്യാർത്ഥികൾക്കുള്ള ഇംഗ്ലീഷ് പുസ്തകമായ കണ്ടംപററി ആൻഡ് ലിറ്ററേച്ചർ എന്ന പുസ്തകത്തിലാണ് ഓഡ് ടു ദ സീ എന്ന കവിതയുണ്ടായിരുന്നത്. ഗ്വാണ്ടാനാമോ ജയിലിലെ തടവുകാരനായിരുന്ന ഇബ്രാഹിം സുലൈമാൻ അൽ റുബായിഷാണ് കവിതയുടെ കർത്താവ്. സൗദി അറേബ്യക്കാരനായ ഇദ്ദേഹം ഒരു അൽ-ഖ്വയ്ദ തീവ്രവാദിയാണെന്നും പൂർവ്വചരിത്രം അന്വേഷിക്കാതെയാണ് ഇദ്ദേഹത്തിന്റെ കവിത പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയതെന്നും കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിൽ വാർത്ത വന്നിരുന്നു. ഇതേ തുടർന്ന് സർവകലാശാല വൈസ് ചാൻസലർ കവിതയെക്കുറിച്ച് പഠിക്കാൻ ഭാഷാ സാഹിത്യ വിഭാഗം ഡീനിനെ ചുമതലപ്പെടുത്തി. ഡീൻ സമർപ്പിച്ച റിപ്പോർട്ടിനെ തുടർന്നാണ് പുസ്തകത്തിൽ നിന്നും കവിത എടുത്തൊഴിവാക്കാൻ വൈസ് ചാൻസലർ ഡോക്ടർ എം അബ്ദുസലാം ഉത്തരവ് നൽകിയത്. കവിത ഉന്നത നിലവാരം പുലർത്തുന്ന ഒരു കവിതയാണ് ഒന്ന്. രണ്ടാമത് പറയണത്, ഇത് എഴുതിയ ആൾ തീവ്രവാദ ബന്ധം ഉള്ള ആൾ എന്ന് ആരോപിക്കപ്പെടുന്ന ആളാണ്. ആയതിനാൽ എത്ര ഉന്നത നിലവാരം പുലർത്തിയ കവിതയായാലും അത് പഠിപ്പിക്കുന്നതിൽ ധാർമ്മികമായ മൂല്യച്യുതിയുണ്ട്. ആയതിനാൽ നടപ്പ് വർഷം പഠിപ്പിക്കേണ്ടതില്ല എന്ന് ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകണം. കവിതാ സമാഹാരം പാഠപുസ്തകമായി നിർദ്ദേശിച്ച ബോർഡ് അംഗങ്ങൾക്കോ സമാഹാരം എഡിറ്റ് ചെയ്തവർക്കോ ഏതെങ്കിലും തരത്തിലുള്ള ദുരുദ്ദേശം ഉണ്ടായിരുന്നതായി തോന്നുന്നില്ലെന്നും ഡീൻ ഡോക്ടർ എം ബഷീർ സമർപ്പിച്ച റിപ്പോർട്ടിലുണ്ട്. എന്നാൽ തീവ്രവാദ ബന്ധം ആരോപിച്ച് ഒരു സാഹിത്യ സൃഷ്ടിയെ അപമാനിച്ചത് ശരിയായില്ലെന്ന് കാണിച്ച് സാഹിത്യ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ രംഗത്തെത്തിയിട്ടുണ്ട്. മീഡിയ 1 മലപ്പുറം.